Hello, good evening. Good evening. Good evening, teacher. Okay, good evening. അപ്പോൾ നിങ്ങളിപ്പം മാത്സിൻ്റെ ക്ലാസ് കഴിഞ്ഞ പാടായിരിക്കും അല്ലേ? അതെ. എല്ലാവരും വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തോ? കുറേ പേര് ഗ്രൂപ്പിൽ മാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്തോ? ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു. അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു. അതിലും റിലേറ്റഡ് ഫാക്ട്സ് ഇനി എന്തെങ്കിലും ഭാഗങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ജസ്റ്റ് പറയും. ഓക്കെ, ഇന്നലത്തെ ജെൻഡറിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയോ? ചെയ്തു നോക്കിയോ? ആരും നോക്കിയില്ല. നോക്കാത്തത് കൊണ്ടാണോ മിണ്ടാത്തെ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. കേൾക്കാം. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നോക്കണേ. കാരണം ജെൻഡറിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. എപ്പോഴും ചോദിക്കുന്ന ഏരിയ ആണ് സോഷ്യലൈസേഷൻ. അതേപോലെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ഉണ്ട്. ഏകദേശം വരുന്ന ടേംസ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടേക്ക് പോവാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, തുടങ്ങാമല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റില് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ്. ഓപ്ഷൻ എ, ധാർമ്മിക വികാസം സംബന്ധിച്ച സിദ്ധാന്തം കോൾബർഗ്. ധാർമ്മിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ മോറൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ധാർമ്മിക സിദ്ധാന്തം കോൾബർഗ്. വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ജീൻ പിയാഷെ. കോഗ്നിറ്റീവ് തിയറി ജീൻ പിയാഷെ. അഭിപ്രേരണാ സിദ്ധാന്തം തിയറി ഓഫ് മോട്ടിവേഷൻ അബ്രഹാം മാസ്ലോ. ദെൻ ലാസ്റ്റ് ഓപ്ഷൻ പഠനശ്രേണി സിദ്ധാന്തം ജെ.എസ്. ബ്രൂണർ. ഇതിൽ തെറ്റായ ജോഡി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് തെറ്റ്? ഓപ്ഷൻ ഡി, പഠനശ്രേണി സിദ്ധാന്തം. ഓപ്ഷൻ ഡി ആണ് അല്ലേ, പഠനശ്രേണി. ഹയറാർക്കി ഓഫ് ലേണിംഗ് ജെറോം എസ് ബ്രൂണർ അല്ല അല്ലേ. ഏതായിരുന്നു ഹയറാർക്കി ഓഫ് ലേണിംഗ്? ആരാ? ഹു ഈസ് ഹയറാർക്കി ഓഫ് ലേണിംഗ്? ഗാഗ്നെ ആണ് അല്ലേ. ഹയറാർക്കി ഓഫ് നീഡ്സോ? മാസ്ലോ. അബ്രഹാം മാസ്ലോ ആണ് അല്ലേ. അപ്പം ഇവിടെ തെറ്റായ ജോഡി എന്ന് പറഞ്ഞപ്പം ഏതായാലും എയും ബിയും തെറ്റല്ല എന്നെല്ലാവർക്കും അറിയാം. ശരിയാണ് അല്ലേ. പിന്നെയും സി ആണോ ഡി ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഡി ഏതായാലും തെറ്റാണെന്ന് അറിയാം അല്ലേ. പക്ഷെങ്കിൽ സി ശരിയാണോ എന്നുള്ള ഉറപ്പും ഇല്ലാതിരിക്കാം. അഭിപ്രേരണാ സിദ്ധാന്തം അബ്രഹാം മാസ്ലോ, അത് നമ്മൾ കേൾക്കാത്തവരും ഉണ്ടായിരിക്കാം അല്ലേ. ഡി തെറ്റാണെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്നത് കൊണ്ട് ഇവിടെ മാർക്കും നഷ്ടാവില്ല. പക്ഷെ അഭിപ്രേരണാ സിദ്ധാന്തം തിയറി ഓഫ് മോട്ടിവേഷൻ ബൈ അബ്രഹാം മാസ്ലോ ആണ് കേട്ടോ. അബ്രഹാം മാസ്ലോൻ്റെതാണ് തിയറി ഓഫ് മോട്ടിവേഷൻ. ഒന്ന് നോട്ട് ചെയ്ത് വെക്കോ കേട്ടോ, അറിയാത്തവരൊന്ന്. ജസ്റ്റ് ഒരു ലെക്ചറിങ് നോട്ട് പോലെ നിങ്ങളുടെ കയ്യിലൊരു ബുക്കും പെന്നും വെക്കുക. തിയറി ഓഫ് മോട്ടിവേഷൻ അബ്രഹാം മാസ്ലോ. അപ്പം ധാർമ്മിക സിദ്ധാന്തം കോൾബർഗിൻ്റെതാണ് അല്ലേ. മോറൽ ഡെവലപ്മെൻറ്റ് കോൾബർഗാണ്. കോഗ്നിറ്റീവ് പിയാഷെയാണ്. ദെൻ തിയറി ഓഫ് മോട്ടിവേഷൻ മാസ്ലോ ആണ്. പഠനശ്രേണി ഹയറാർക്കി ഓഫ് ലേണിംഗ് ഗാഗ്നെയാണ്. ഹയറാർക്കി ഓഫ് നീഡ്സ് ആരാണ്? മാസ്ലോ ആണ്. ദെൻ ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടൊരു 2-3 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞേ. ബ്രൂണർ ഒരു കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ് അല്ലേ. വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട ആളാണ് ബ്രൂണർ. ദെൻ പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു 3 ഫാക്റ്റെങ്കിലും പറഞ്ഞേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബ്രൂണർക്ക് 3 സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് 3 സ്റ്റേജസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു?
പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം. പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രവർത്തനഘട്ടം, പ്രതിരൂപഘട്ടം. ബിംബനഘട്ടം, പ്രതിരൂപാത്മക അല്ലെ പ്രതീകാത്മക ഘട്ടം അല്ലേ. ദെൻ ഏതൊക്കെ കാര്യങ്ങളായിരുന്നു ലേണിംഗിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത്? സ്പൈറൽ കരിക്കുലം ആരുടേതാ? ചാക്രികാരോഹണ രീതി ബ്രൂണറുടേതാണ് അല്ലേ. കണ്ടെത്തൽ പഠനം ബ്രൂണറിൻ്റെതാണ് അല്ലേ. പിന്നെ ആശയദാന മാതൃക, കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലേ, അതും ബ്രൂണറുടേതാണ്. 3 സ്റ്റേജസ്, 3 കാര്യങ്ങൾ അല്ലേ. അതേപോലെ ബ്രൂണർ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റും കൂടിയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിൽഫോർഡ് നിർദ്ദേശിച്ച ബുദ്ധ സിദ്ധാന്തത്തിന്റെ പേര്? ഓപ്ഷൻ എ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, ഓപ്ഷൻ ബി ട്രയാർക്കിക്, ഓപ്ഷൻ സി ദ്വിഘടക സിദ്ധാന്തം, ഓപ്ഷൻ ഡി ബുദ്ധിയുടെ ഘടനാ മാതൃക. ഗിൽഫോർഡ് ഏതായിരുന്നു? ഘടനയാണ്. ഘടനാ മാതൃക, ബുദ്ധിയുടെ ഘടനാ മാതൃക. ബുദ്ധിയുടെ ഘടനാ മാതൃക അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ബഹുമുഖ ബുദ്ധി ആരുടേതായിരുന്നു? മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഓഫ് ഹൊവാർഡ് ഗാർട്ട്നർ ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ 9 തരം ബുദ്ധിക്കാണ് നമ്മൾ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത് അല്ലെ. ദെൻ ട്രയാർക്കിക് തിയറി സ്റ്റേൺബർഗ് ആണ് അല്ലെ. ദെൻ ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ. ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് അല്ലെങ്കിൽ ബുദ്ധിയുടെ ഘടനാ മാതൃകയാണ് അല്ലെ. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കൗമാരക്കാരന്റെ സാമൂഹിക വികാസത്തെ കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഘടകം? ഓപ്ഷൻ എ അധ്യാപകൻ, ഓപ്ഷൻ ബി സമപ്രായക്കാർ, ഓപ്ഷൻ സി രക്ഷിതാക്കൾ, ഓപ്ഷൻ ഡി മാധ്യമങ്ങൾ. ഏറ്റവും, കാരണം ഇതൊക്കെ ഒരു കൗമാരക്കാരന്റെ എന്താണ് വികാസത്തെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ എന്താണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സമപ്രായക്കാരല്ലേ. കൗമാരക്കാരുടെ ലൈഫിൽ കൂടുതലും പിന്നെ സ്വാധീനം ചെലുത്തുന്നത് സമപ്രായക്കാരുടെ പിയേഴ്സിന്റെ ഇൻഫ്ലുവൻസ് ആണ് അല്ലേ. ഓക്കെ, അടുത്തത് നാലാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ പഠനം ഒരു ചോദക പ്രതികരണ ബന്ധമാണ്, ഇറ്റ്സ് സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്. ഓപ്ഷൻ ബി പഠനം ഒരു സക്രിയ പ്രവർത്തനമാണ്, ഇറ്റ്സ് എൻ ആക്റ്റീവ് പ്രോസസ്. സക്രിയ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് വേണ്ടവർക്ക് ഇംഗ്ലീഷും വായിക്കാം. ഇറ്റ്സ് എൻ ആക്റ്റീവ് പ്രോസസ്. ഓപ്ഷൻ സി പഠനത്തിന് മുൻ അനുഭവം ആവശ്യമാണ്. ഓപ്ഷൻ ഡി ആന്തരികാഭിപ്രേരണ പഠനത്തിന് അനിവാര്യമാണ്. അപ്പം ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണല്ലേ. പഠനം ഒരു ചോദക പ്രതികരണ ബന്ധമാണ്, സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ആണെന്നാണ് പറയുന്നത്. ഈ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഏത് തിയറിയായി ബന്ധപ്പെട്ടതാണ്? പൗരാണിക അനുബന്ധനം. ബിഹേവിയറിസം, അനുബന്ധനം, വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കിയ ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇതൊക്കെ കേട്ടോ. പഠനത്തിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, അപ്പൊ പറയുമ്പോ ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതില് ധാർമ്മിക വികാസം അതും നൈതിക വികാസം സെയിം ആണോ? അതെ അതെ, ധാർമ്മികം നൈതികം ഒക്കെ മോറൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, പഠനത്തിന് മുന്നനുഭവം ആവശ്യമാണ്. അതായത് നമ്മളിപ്പോൾ ക്ലാസ്സിൽ ലെസൺ പ്ലാൻ എഴുതുമ്പോൾ അറിയാം അല്ലേ, നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് അടുത്ത ക്ലാസ് തുടങ്ങുന്നത് അല്ലേ. മുന്നനുഭവം ആവശ്യമാണ്, അതേപോലെ മോട്ടിവേഷനും ആവശ്യമാണ്. ഇതൊക്കെ എന്താണ്? ജ്ഞാനനിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. റിപ്പീറ്റ് ചെയ്യാം, അപ്പോൾ ഓർത്തു വെക്കണേ. അടുത്തത്
1995 പഠന വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച ആക്ട് PW ആക്ട് പകരം വയ്ക്കപ്പെട്ടത് മീൻസ് റീപ്ലേസ് ചെയ്തത് എപ്പോഴാണെന്നാണ് ചോദ്യം. PW ആക്ട് 2017, 16, 19, 30 റീപ്ലേസ് ചെയ്തത് എപ്പോഴാണ്? ഓപ്ഷൻ ബി ആണോ? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 16 PW ആക്ട് 2016 ആണ് കേട്ടോ. അപ്പം പഠന വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച ആക്ട് ആണ് PW ആക്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒന്ന് രണ്ട് കാര്യത്തിൽ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കേണ്ടത്, പഠന വൈകല്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച ആക്ട് ആണ് PWD ആക്ട് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1995 ഇത് റീപ്ലേസ് ചെയ്തത് 2016 ഓക്കെ. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇത് ഏതോ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലാറ്റും ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്. പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ്. ഓപ്ഷൻ ബി, പഠനം പരിപക്വനത്തിന് മുൻ ഉപാധിയാണ്. ഓപ്ഷൻ സി, പരിപക്വനം ഒരു ആർജിത പെരുമാറ്റമാണ്. ഡി, പഠനവും പരിപക്വനവും പരസ്പര വിരുദ്ധമാണ്. 4 എക്സാക്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ ഉള്ളൂ. ഏതാണ് ആൻസർ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ലേ? പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ്. മെച്ചുറേഷൻ ഇസ് എ പ്രീ റിക്വസൈറ്റ് ഓർ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. ഓക്കെ, അപ്പം വികാസവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? അഞ്ചാമത്തെ ആൻസർ ഒന്നുകൂടെ ഒന്ന് പറയുമോ? 5 ഓപ്ഷൻ ബി, PWD ആക്ട് 2016. ഓക്കെ. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സർഗപരതയുള്ള കുട്ടിയുടെ പ്രത്യേകത അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ആശയങ്ങളിലും പ്രകടനങ്ങളിലുമുള്ള തനിമ, ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻസ്. ബി, പ്രശ്നങ്ങളോടുള്ള ഉയർന്ന സംവേദനക്ഷമത, ദാറ്റ് ഈസ് ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി ടു പ്രോബ്ലംസ്. ഓപ്ഷൻ സി, ചിന്തയിലും പ്രകടനങ്ങളിലുമുള്ള ദൃഢത, റിജിഡിറ്റി ഇൻ തോട്ട്സ് ആൻഡ് എക്സ്പ്രഷൻ. ഓപ്ഷൻ ഡി, ഔത്സുക്യവും അന്വേഷണത്വരയും, ക്യൂരിയസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ്. അപ്പം അല്ലാത്തത് ഏത് എന്നാണ്. ഇപ്പം നമുക്ക് ഒന്നാമത്തെ നോക്കാം അല്ലേ? ആശയങ്ങളിലും പ്രകടനങ്ങളിലുമുള്ള തനിമ, ഒറിജിനാലിറ്റി. അത് ആയിരിക്കോ അല്ലായിരിക്കോ? സവിശേഷത ആയിരിക്കോ അല്ലായിരിക്കോ? സവിശേഷതയാണ്. ആണല്ലേ? ഒറിജിനാലിറ്റി ഇസ് എ ബേസിക് ഫാക്ടർ ഓഫ് ക്രിയേറ്റിവിറ്റി ആണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒറിജിനാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ പ്രശ്നങ്ങളുടെ ഉയർന്ന സംവേദനക്ഷമത, ഹൈ സെൻസിറ്റിവിറ്റി ആയിരിക്കോ അല്ലായിരിക്കോ? അല്ല. അല്ല, ഉറപ്പാണോ? ആണ്, അല്ല. 50-50 ആണോ? ഏതേലും ഒരു ആൻസറേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമുക്ക് അടുത്ത് നോക്കിയിട്ട് ആണോ അല്ലയോ നോക്കാം. ഓപ്ഷൻ ബി അവിടെ വെക്കാം. ചിന്തയിലും പ്രകടനങ്ങളിലുമുള്ള ദൃഢത, റിജിഡിറ്റി ഇൻ തോട്ട്സ് ആൻഡ് എക്സ്പ്രഷൻ. റിജിഡ് ആയിരിക്കോ ഫ്ലെക്സിബിൾ ആയിരിക്കോ? സർഗാത്മകതയുള്ള കുട്ടികള് ഫ്ലെക്സിബിൾ ആയിരിക്കോ റിജിഡ് ആയിരിക്കോ? ഫ്ലെക്സിബിൾ ആയിരിക്കും അല്ലേ? ഒരുത്തിൽ മാത്രം നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കൂല. റിജിഡ് എന്ന് പറഞ്ഞാൽ ഒരു ചട്ടക്കൂടിനുള്ളിലായിരിക്കും. പക്ഷെങ്കിൽ എന്താ സർഗാത്മകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളൊരു ചട്ടക്കൂടിനുള്ളിലായിരിക്കൂല അല്ലെ? നമ്മുടെ ചിന്തകളും എല്ലാം ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലെ? ഓപ്ഷൻ ഡി, ഔത്സുക്യവും അന്വേഷണത്വരയും, ക്യൂരിയസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ്. അതെന്തായാലും ആയിരിക്കും അല്ലെ? അപ്പം ഓപ്ഷൻ ബിയും സർഗപരതയുള്ള കുട്ടിയുടെ സവിശേഷതയാണ് കേട്ടോ. പ്രശ്നങ്ങളോട് സെൻസിറ്റീവ് ആയിരിക്കൂലേ? കാരണം അത് കണ്ടെത്താനുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും നമ്മുടെ മനസ്സിലെപ്പോഴും. അപ്പം നമ്മളിപ്പം ഒരു കാര്യം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ ഉറങ്ങാൻ കിടന്നാലും വേറെന്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ അതിനോട് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം റിജിഡിറ്റി എന്തല്ല, സർഗാത്മകതയുടെ ഒരു സവിശേഷത അല്ല കേട്ടോ. അപ്പോൾ ഒറിജിനാലിറ്റി, സെൻസിറ്റിവിറ്റി, ക്യൂരിയോസിറ്റി, ഇൻവെസ്റ്റിഗേറ്റീവ്, ഇതൊക്കെ എന്താണ്?
സർഗാത്മകതയുടെ സവിശേഷതയാണെന്ന് മനസ്സിലാക്കി വെക്കുക. സർഗാത്മകതയുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ ആൾക്കാരിൽ ഫ്ലെക്സിബിലിറ്റി ആണ് ആവശ്യം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഇതും ഇവിടെ ചോദിച്ചതായിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വികാസം സൂക്ഷ്മതയിൽ നിന്നും പൊതുവായതിലേക്ക് എന്ന ക്രമത്തിലാണ്. ഓപ്ഷൻ ബി, വികാസം പ്രവചനീയമാണ്. ഓപ്ഷൻ സി, വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ്. ഓപ്ഷൻ ഡി, വികാസം അനുസ്യൂതമാണ്. ഡെവലപ്മെന്റ് ഇസ് പ്രെഡിക്റ്റബിൾ, ക്യുമുലേറ്റീവ്, കണ്ടിന്യൂസ്. ദെൻ ഡെവലപ്മെന്റ് പ്രൊസീഡ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ഏതാണ് തെറ്റായ പ്രസ്താവന? ഏതാ? ഓപ്ഷൻ എ ആണ്. വാട്ട് ഈസ് കറക്റ്റ് ആൻസർ? ജനറൽ ടു സ്പെസിഫിക് ആണ്. ജനറൽ ടു സ്പെസിഫിക് ആണ് അല്ലേ? പൊതുവായതിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കാണ് വികാസം സംഭവിക്കുന്നത് അല്ലേ? അതേപോലെ വികാസം പ്രവചനീയമാണ്, വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ്, ക്യുമുലേറ്റീവ് ആണ്, വികാസം കണ്ടിന്യൂസ് ആണ്, അനുസ്യൂതമാണ്. ഓക്കെ, ഇതും റിപ്പീറ്റഡ് ആണ്. നമ്മൾ എവിടെയോ ഡിസ്കസ് ചെയ്തു, മുന്നെയോ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയോ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ആശയങ്ങളിൽ ഒന്നൊഴികെ മറ്റെല്ലാം പിയാഷെയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ടവയാണ്. ഇതിൽ ഒറ്റപ്പെട്ടത് ഏത്? ഓപ്ഷൻ എ സംസ്ഥാപനം, സ്വാംശീകരണം, കൈത്താങ്, സ്കഫോൾഡിംഗ് ആണ് അല്ലേ? ഓക്കെ. വാട്ട് ഈസ് സ്കീമ? സ്കീമൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് അല്ലേ? സ്കീമ എന്തായിരുന്നു? പൊതുവായി കുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന അറിവ്, ചെറിയ നോളജ്, ബേസിക് നോളജിലെ അറിവിന്റെ ഏറ്റവും ചെറിയ ഘടകത്തെയാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത് അല്ലെ? ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് നോളജ് ആണ് അല്ലെ? ദെൻ വാട്ട് ഈസ് സ്വാംശീകരണം, അസിമിലേഷൻ? നിലവിലുള്ള സ്കീമയില് മാറ്റം വരാതെ കുട്ടി പുതിയ അറിവിലേക്ക് എത്തുന്നതാണ്. നിലവിലുള്ള സ്കീമയിൽ മാറ്റം വരുത്തുന്നില്ല അല്ലെ? മാറ്റം വരാതെ കുട്ടി അറിവ് നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ സ്വാംശീകരണം എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ മാറ്റം വരുത്തിയിട്ട് അറിവ് നിർമ്മിക്കുന്നതിന് എന്തായിരുന്നു പറയാ? സംസ്ഥാപനം, അക്കോമോഡേഷൻ ആണ് അല്ലെ? സ്കഫോൾഡിംഗ് ആരുടേതായിരുന്നു?